നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിൻ്റെയും ദുആയുടെയും മഹത്വമൊന്നും അറിയാത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം കൊണ്ട് പെട്ടെന്ന് എണീറ്റ് പോകുന്ന കാണാം. ചിലർ ഇതിലൊരിക്കലും പങ്കെടുക്കില്ല എന്ന വാശിയിൽ നടക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ ദുജാന എന്ന് പറയുന്ന സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. മറ്റ് ദിക്റുകളും ദുആയിലൊന്നും ഇരിക്കൂല. അപ്പോൾ നബി തങ്ങൾ അബൂ ദുജാനയോട് ചോദിക്കുന്നുണ്ട്, എന്താ അബൂ ദുജാന ഇത്ര സ്പീഡിൽ ഇത്രയും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട സമയത്ത് നീ എവിടെയൊക്കെ ഇത്ര സ്പീഡിൽ ഇറങ്ങി പോകുന്നത്? സുബൈ നിസ്കരിക്കാതിരുന്നില്ല കേട്ടോ, ജമാഅത്തിനുണ്ടായിരുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയ സ്വഹാബിയ. അപ്പോൾ അബൂ ദുജാന പറഞ്ഞു, നബിയെ ഞാൻ എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്ന മുമ്പേ വീട്ടിലെത്തണം, കാരണം എൻ്റെ വീടിനോട് ചേർന്നൊരു ഈത്തപ്പഴ മരം നിൽപ്പുണ്ട്, അതെൻ്റെതല്ല. ആ ഈത്തപ്പഴ മരത്തിൽ നിന്ന് ഈത്തപ്പഴം എൻ്റെ പറമ്പിലേക്കാണ് വീഴുന്നത്. എൻ്റെ മക്കൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വിശപ്പുണ്ടാവും, കാരണം ഭക്ഷണമൊക്കെ കുറവാണല്ലോ. അപ്പോൾ ആ വിശപ്പിൻ്റെ ആളലിൽ ചിലപ്പോൾ അവരതെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഉണരുന്നതിന് മുമ്പേ അവിടെ എത്തിയിട്ട് പറമ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓടിപ്പോകുന്ന നബി എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ദുജാൻ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ ആ ഈത്തപ്പഴം കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സുബഹിക്ക് ശേഷമുള്ള വിർദ് നഷ്ടപ്പെടാനും പാടില്ല, അതുപോലെ തന്നെ അബൂ ദുജാനയുടെ മക്കൾ ഹറാമായ ഭക്ഷണം കഴിക്കാനും പാടില്ല. ആ സൂക്ഷ്മത നോക്കിക്കോണേ. നമ്മളൊക്കെ ആരെങ്കിലെയൊക്കെ കട്ടും മോട്ടിച്ചും സങ്കടപ്പെടുത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഈ സമ്പത്ത് കൊണ്ടുവന്ന് നമ്മുടെ മക്കളുടെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുത്താലേ അവരുടെ പള്ളയിൽ അതെത്തിയ പിന്നെ ആ മക്കൾ നമുക്ക് ഉപകരിക്കുമോ? ആ മക്കൾ എന്തെങ്കിലും രക്ഷപ്പെടുമോ? വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.